കളിവീട്. രചന മിത്രവിന്ദ. വലതുകാലെടുത്ത് കയറി വരൂ മോളെ. ജാനകിയമ്മ പുതിയ മരുമോളുടെ കയ്യിലേക്ക് നിലവിളക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ചങ്ക് പടപടാന്ന് ഇടിക്കുന്നുണ്ട്. അർച്ചനയ്ക്കാണെങ്കിൽ വിറച്ചിട്ട് വയ്യ. അവൾ നിലവിളക്കുമായി വലതുകാൽ വെച്ചുകൊണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അതാ കേട്ടോ പൂജാമുറി, അങ്ങോട്ടേക്ക് വയ്ക്കാം. നന്ദിനി ചേച്ചി അർച്ചനയുടെ അടുത്തേക്ക് വന്നു. ചേച്ചി പറഞ്ഞു കൊടുത്ത പ്രകാരം നിലവിളക്ക് വെച്ചിട്ട് കാർത്തിക്കും അർച്ചനയും തൊഴു കൈകളോടെ നിന്നു. ഇന്ന് മേലെ വീട്ടിലെ ശേഖരവർമ്മയുടെയും ഗീതാദേവിയുടെയും ഒരേയൊരു മകൾ അർച്ചനയുടെയും തെക്കേടത്ത് രാജൻ മേനോൻ്റെയും ജാനകി മേനോൻ്റെയും മകൻ കാർത്തിക്കിൻ്റെയും വിവാഹമാണ്. ഡോക്ടറായി കാർത്തിക്കിന് ഒരുപാട് ആലോചനകൾ വന്നെങ്കിലും അർച്ചനയെ കണ്ട മാത്രയിൽ അവൻ മറ്റൊന്നും നോക്കാതെ സമ്മതം മൂളുകയായിരുന്നു. രണ്ടുപേർക്കും മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അവസരമൊന്നും വിവാഹത്തിന് മുൻപ് കിട്ടിയിട്ടില്ല. കാരണം തിടുക്കം കൂട്ടിയുള്ള ഒരു വിവാഹമായിരുന്നു ഇത്. അർച്ചന ഒറ്റമോളാണെങ്കിൽ കാർത്തിക്കിന് മുന്നിലായി രണ്ട് ചേട്ടന്മാരും ഒരു ചേച്ചിയുമുണ്ട്. ചേട്ടന്മാർ രണ്ടുപേരും കൂടി രാജമേനോ നടത്തി വന്ന ബിസിനസ് ഇപ്പോൾ നോക്കി നടത്തുന്നു. ചേച്ചിയെ വിവാഹം കഴിച്ചു വിട്ടത് ഇവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ചേട്ടന്മാർ രണ്ടുപേരും വിവാഹിതർ. ഇത്രയും പേരാണ് ഇവിടുത്തെ അംഗങ്ങൾ. ഇവർക്കിടയിലേക്ക് വന്ന പുതിയ അതിഥിയാണ് അർച്ചന. അമ്മേ, മധുരം വയ്ക്കാൻ അവരെ രണ്ടുപേരെയും വിളിച്ചിരുത്താൻ രജനിയപ്പച്ചോട് പറയൂ. നന്ദിനി അടുക്കളയിലേക്ക് ചെന്ന് ജാനകിയോട് പറഞ്ഞു. രജനി, ജാനകിയമ്മ നീട്ടി വിളിച്ചു. എന്താ എഴുതിയെന്ന് ചോദിച്ചുകൊണ്ട് ഒരു മധ്യവയസ്ക അങ്ങോട്ട് വന്നു. പിള്ളേരെ മധുരം വയ്ക്കാൻ ഇരുത്തണ്ടേ? ഒരു ഗ്ലാസ്സിലേക്ക് പാല് കാച്ചിയത് പകർന്നുകൊണ്ട് ജാനകി രജനിയോട് പറഞ്ഞു. അവർ മച്ചിൽ ഭഗവതിയെ തൊഴുതിട്ട് ഇറങ്ങി വരട്ടെ. എഴുതി പഴുന്നുറുക്കിയിട്ടുള്ളൂ. ഞാനപ്പോഴേക്കും ഷീലയോടുകൂടി ഒന്ന് പറയട്ടെ, ഇല്ലെങ്കിൽ പിന്നെ അവൾക്ക് പിണക്കാവും. അതും പറഞ്ഞ് രജനി അടുക്കളയിൽ നിന്ന് പിൻവാങ്ങി. രാജൻ മേനോൻ്റെ രണ്ട് സഹോദരിമാരാണ് രജനിയും ഷീലയും. വരൂ മക്കളെ, വന്നിരിക്കൂ എന്ന് പറഞ്ഞ് ഷീല കാർത്തിക്കിനെയും അർച്ചനയെയും സ്വീകരിച്ചിരുത്തി. ജാനകി ഓരോ സ്പൂൺ പാലെടുത്തു. ആദ്യം കാർത്തിക്കിനും പിന്നെ അർച്ചനയ്ക്കും കൊടുത്തു. പിന്നീട് ഓരോരുത്തരുടെ ഊഴമായിരുന്നു. ജീവിതത്തിൽ ഇതുവരെ പാൽ കുടിക്കാത്ത അർച്ചന മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് പാല് കുടിക്കുകയാണ്. അവൾക്കാകെ അസ്വസ്ഥത തോന്നി. ഇത് മനസ്സിലാക്കിയ കാർത്തിക് അയ്യോ വയർ നിറഞ്ഞെന്ന് പറഞ്ഞ് ആ രംഗം അവസാനിപ്പിക്കാൻ ശ്രമം നടത്തി. മതി പിള്ളേരെ, നിർത്ത് എന്നും പറഞ്ഞ് ജാനകി മകൻ്റെ ഉദ്യമം വിജയിപ്പിച്ചു. ഇയാൾക്കിത് നേരത്തെ ആകാൻ മേലായിരുന്നോ എന്ന് അർച്ചന ഓർത്തു. കുറച്ചുകൂടെ ഫോട്ടോസ് എടുത്താലോ കാർത്തിക് എന്ന് ചോദിച്ചുകൊണ്ട് ഫോട്ടോഗ്രാഫർ വീണ്ടും അവിടേക്ക് വന്നു. ഇനി ഈ വേഷമൊക്കെ മാറിയിട്ട് സെക്കൻഡ് സാരി ഉടുത്തിട്ട് പോരടിയെന്ന് രജനിയപ്പച്ചി നന്ദിനി ചേച്ചിയോട് ചോദിക്കുന്ന കേട്ടപ്പോൾ അർച്ചനയ്ക്ക് വീണ്ടും കലിക്കയറി. ഈ വേഷം എങ്ങനെയെങ്കിലും ഒന്നഴിച്ചാൽ മതിയെന്നോർത്തിരിക്കുമ്പോഴാണ് അടുത്ത ചേലയും ചുറ്റി ഫോട്ടോ പിടുത്തം. പുതിയ പെണ്ണായോണ്ടൊന്നും പറയാനും പറ്റില്ല. അർച്ചന, നമുക്ക് സെക്കൻഡ് സാരി ഉടുത്ത് ഒന്ന് രണ്ട് ഫോട്ടോസ് കൂടി എടുത്താലോ? നന്ദിനി അവളോട് വന്ന് മെല്ലെ ചോദിച്ചു. ഒരു വിളറിയ ചിരിയായിരുന്നു അർച്ചനയുടെ മറുപടി. ഇയാൾ മടുത്തു എന്നറിയാം, പക്ഷെ എന്ത് ചെയ്യാനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നന്ദിനി അവളെ കാർത്തികിൻ്റെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. ഹേമേ, ഒന്നിങ്ങി വരൂ, നന്ദിനി ഉറക്കെ വിളിച്ചു. കാർത്തികിൻ്റെ ചേട്ടന്മാരായ വിഷ്ണുവിൻ്റെയും ജിഷ്ണുവിൻ്റെയും ഭാര്യമാരാണ് ഹേമയും നന്ദിനിയും. വിഷ്ണുവും ജിഷ്ണുവും ഇരട്ട സഹോദരന്മാരാണ്. ഹായ് അർച്ചന എന്ന് പറഞ്ഞുകൊണ്ട് ഹേമ അവരുടെ മുറിയുടെ അടുത്തേക്ക് വന്നു. ഷീലാപ്പച്ചിയുടെ നാത്തുമാരാണിത്. ഇനി മിണ്ടിയില്ലെങ്കിൽ പിന്നെ അവർക്കൊക്കെ അത് മതി. ഹേമ അർച്ചനയെ നോക്കി പറഞ്ഞു. അവൾ തിരിച്ചൊന്നും മന്ദഹസിച്ചു. നന്ദിനി പതിയെ അർച്ചനയുടെ മുല്ലപ്പൂ എല്ലാം അഴിച്ചു മാറ്റി. ഇയാൾക്ക് സാരി ഉടുക്കാനൊക്കെ അറിയാമോ? ഹേമ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് അവൾ മറുപടി പറഞ്ഞു. പിങ്ക് നിറമുള്ള ഒരു ഡിസൈനർ സാരിയും ബ്ലൗസും കബോർഡിൽ നിന്ന് ഹേമ എടുത്തു. അത് അവളെ അവർ രണ്ടുപേരും കൂടി നല്ല ഭംഗിയായി ഉടുപ്പിച്ചു. ഓർണമെൻറ്റ്സ് എല്ലാം ഒരു പെട്ടിയിൽ വെച്ച് ലോക്ക് ചെയ്തേരെ കേട്ടോ എന്ന് നന്ദിനിയും ഹേമയും അർച്ചനയോട് പറഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി.
കാർത്തികിനെ ഒന്ന് നേരി കണ്ടുപോലും ഇല്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അവൾക്ക് വിഷമമായി. ആൻറ്റി, ഇതാണ് കേട്ടോ എന്നും പറഞ്ഞ് നന്ദിനി ഒരു കുഞ്ഞിനെ ഒക്കത്ത് എടുത്തുകൊണ്ട് അർച്ചനയുടെ മുറിയിലേക്ക് വന്നു. തക്കുടു മാവി, എന്താ പേര് ചോദിച്ചുകൊണ്ട് അർച്ചന കുഞ്ഞിനെ എടുക്കുകയും അവളുടെ സാരിയിലെ കല്ലുകൊണ്ട് കുഞ്ഞുറക്കെ കരഞ്ഞത് ഒരുമിച്ചാണ്. അമ്മ എടുക്കാമെന്ന് പറഞ്ഞ് നന്ദിനി കുഞ്ഞിനെ തിരികെ വാങ്ങി. മിത്രനന്ദ എന്നാണ് കുഞ്ഞിൻ്റെ പേര്. അവളുടെ അപ്പച്ചി ഇട്ടതാണെന്ന് പറഞ്ഞ് നന്ദിനി കുഞ്ഞിനെ ലാളിച്ചു. അപ്പോഴേക്കും അവരുടെ 4 വയസ്സുള്ള മൂത്ത മകൻ ഓടി അവരുടെ അടുത്തേക്ക് വന്നു. ശ്രാവൺ, ആൻറ്റി അറിയില്ലേ? അർച്ചന കുനിഞ്ഞിരുന്ന് ആ കുട്ടിയോട് ചോദിച്ചു. കൊച്ചച്ഛനിടയ്ക്ക് ഫോൺ വിളിക്കുമ്പോൾ എല്ലാം ഞാനും മടിയിലുണ്ടായിരുന്നുവെന്ന് ശ്രാവൺ രഹസ്യമായിട്ട് അർച്ചനയോട് പറഞ്ഞു. മോനെ, ഇവിടെ വരൂ എന്നും പറഞ്ഞ് നന്ദിനി അവനെ വിളിച്ചുകൊണ്ടുപോയി. എൻ്റെ അർച്ചന, താൻ ഇവിടെ നിൽക്കുവാണോ? എത്ര നേരമായി? ഫോട്ടോഗ്രാഫർ വെയിറ്റ് ചെയ്യുന്നു. കാർത്തിക്കിൻ്റെ പെങ്ങൾ മേഘ അങ്ങോട്ട് വന്നു. മേഘയെ അർച്ചനയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴൊക്കെ മേഘ ഇത്തിരി ഓവർ സ്മാർട്ട് ആകുന്നുണ്ടെന്ന് അർച്ചനയ്ക്ക് തോന്നിയിരുന്നു. എന്നാലും അതൊന്നും മനസ്സിൽ വെക്കാതെ അവൾക്ക് പിന്നാലെ അർച്ചനയും പോയി. ഒരുപാട് ആളുകൾ പരിചയപ്പെടാനും ഫോട്ടോ എടുക്കാനും ഒക്കെ വന്നുകൊണ്ടിരുന്നു. അർച്ചനയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി മതി ഫോട്ടോ എടുത്തതെന്നും പറഞ്ഞ് ഹേമ ഗാർഡനിലോട്ട് വന്നു. അർച്ചനയുടെ മുഖത്ത് പൂനില ഉദിച്ചു. അവൾ വേഗം കാർത്തിയെ പോലും ശ്രദ്ധിക്കാതെ ഹേമയുടെ കൂടെ പോയി. എടി അർച്ചന, ഇതെന്തൊരു ഇടിവിട്ട് കളർ സാരി അടി എന്നും പറഞ്ഞ് അർച്ചനയുടെ അമ്മാവിൻ്റെ മകൾ മിത്ര അവളെ കളിയാക്കി. അത് കേട്ടുകൊണ്ട് വന്ന കാർത്തികിൻ്റെ പെങ്ങൾ മേഘയ്ക്ക് അത് അത്ര പിടിച്ചില്ല. അവൾ വേഗം ചെന്ന് ജാനകിയോട് ഈ വിവരം പറഞ്ഞു. നീ പൊയ്ക്കോണം കേട്ടോ മിണ്ടാതെ. ജാനകി അവളുടെ നേർക്ക് കൈയോങ്ങി. അമ്മേ, അർച്ചന കൂടി പറഞ്ഞിട്ടല്ലേ നമ്മൾ ആ സാരി എടുത്തത്. എന്നിട്ട് അർച്ചന ഒരക്ഷരം മിണ്ടാതെ ആ പെണ്ണ് പറഞ്ഞത് കേട്ടിരുന്നു. മേഘ വീണ്ടും ജാനകിയോട് പറയുകയാണ്. നീയൊന്ന് നിർത്ത് മേഘ, ആരെങ്കിലും കേൾക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ മേഘയെ ഓടിച്ചു വിട്ടു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരുമെന്ന് പറഞ്ഞ് രാജമേനോൻ അർച്ചനയുടെ അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് സ്വീകരിച്ചു. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കപ്പയും മീൻകറിയും തട്ടുദോശ, ഓംലെറ്റ്, പത്തിരി, ചിക്കൻ കറി, അങ്ങനെ വിഭവസമൃദ്ധമായ സൽക്കാരമാണ് അവിടെ നടന്നത്. കാർത്തിയുടെ കൂട്ടുകാരായിട്ടുള്ള ഡോക്ടേഴ്സും ആശുപത്രിയിലെ മറ്റ് സ്റ്റാഫ്സും എല്ലാവരും ഉണ്ടായിരുന്നു. കാർത്തികനാണെങ്കിൽ എല്ലാവരോടും മിണ്ടിയും പറഞ്ഞും സ്റ്റേജിൽ നിൽക്കുകയാണ്. അർച്ചനയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അവൻ എല്ലാവർക്കും. ഈ തിരക്കിൽ അവന് അർച്ചനയോട് മിണ്ടാൻ അധികം സമയം കിട്ടിയില്ല. അർച്ചനയ്ക്ക് ശരിക്കും ദേഷ്യം വന്ന് തുടങ്ങി. അങ്ങനെ ആളും തിരക്കുമെല്ലാം കഴിഞ്ഞപ്പോൾ മണി 11. തലേ ദിവസത്തെ മൈലാഞ്ചി കഴിഞ്ഞ് കിടന്നപ്പോൾ തന്നെ 1 മണി കഴിഞ്ഞായിരുന്നു. അർച്ചനയ്ക്ക് ഉറക്കം വന്നിട്ട് കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട്. നന്ദിനിയുടെ ഒപ്പം അവൾ അടുക്കളയിൽ നിൽക്കുകയാണ്. കുളി കഴിഞ്ഞതുകൊണ്ട് ഉറക്കം വന്നൂല്ലേ? അങ്ങോട്ട് വന്ന ഹേമ അവരോട് 2 പേരോടുമായി പറഞ്ഞു. ഇതാ പാലെന്ന് പറഞ്ഞ് നന്ദിനി അർച്ചനയുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് പാൽ വെച്ച് കൊടുത്തു. ഇനിപ്പോയി കിടന്നോട്ടോ, ആകെ മടുത്തില്ലേ? നന്ദിനി അവളോട് പറഞ്ഞു. ഓ, ശരിക്കും മടുത്തേച്ചി, തല കറങ്ങുക. അവളും പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോയി. ആരൊക്കെയോ ചേർന്ന് അവരുടെ ബെഡ്റൂം അലങ്കരിച്ചിരുന്നു. മുല്ലപ്പൂവിൻ്റെ സുഗന്ധം മാത്രമേ ഉള്ളൂ അവരുടെ മുറിയിൽ നിറയെ. അവൾ അകത്തേക്ക് ചെന്നപ്പോൾ കാർത്തി വെള്ള കളറുള്ള ഒരു കുർത്തി അണിഞ്ഞ് ബോളിവുഡ് നടനെ പോലെ കട്ടിലിരിപ്പുണ്ട്. ആ, വരണം വരണോ എൻ്റെ പ്രിയതമേ എന്ന് പറഞ്ഞുകൊണ്ടവൻ അവളെ അകത്തേക്ക് ക്ഷണിച്ചു. പാല് കുടിക്കാത്ത അർച്ചനക്കുട്ടി മധുരം വെച്ചപ്പോൾ ആകെ വിഷമിച്ചല്ലേ? അവൻ അവളുടെ കയ്യിൽ നിന്നും പാല് നിറച്ച ഗ്ലാസും മേടിച്ച് ടേബിളിൽ വെച്ചുകൊണ്ട് ചോദിച്ചു. ഓ, ഒന്നും പറയണ്ട കാർത്തിക്, ഞാൻ പെട്ടുപോയി ശരിക്കും. അവൾ കാർത്തികിൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ കാർത്തി. അവൾ അവനോട് കുറച്ചുകൂടി ചേർന്നു. എന്താടാ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. കാർത്തിക്ക് മുന്നിലായി 2 ഏട്ടന്മാരില്ലേ ഇവിടെ? സോ എൻ്റെ അച്ഛൻ പറഞ്ഞത് ഞാൻ ഒറ്റ മോളായതുകൊണ്ട് ഒന്നെങ്കിൽ എൻ്റെ വീട്ടിൽ കാർത്തിക്ക് നിൽക്കാം,
അല്ലെങ്കിൽ നമുക്ക് പുതിയ വീട് അച്ഛൻ എടുത്തു തരാമെന്നാണ്. നമ്മൾ എന്നാണ് ഒരു പുതിയ വീട്ടിലേക്ക് മാറുന്നത്? ഞാൻ ആകെ മടുത്തിവിടെ. അർച്ചന അത്രയും പറഞ്ഞുകൊണ്ട് കാർത്തികിനെ നോക്കി. കാർത്തിയുടെ നിശബ്ദതയിൽ അർച്ചന ചെറുതായി ഒന്ന് പകച്ചു. ഞാൻ പറഞ്ഞത് വിഷമായോ കാർത്തി? ഞാനീ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ടയേർഡാവുന്നത്. അവൾ കാർത്തികിൻ്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറിയിട്ട് കൈകൾ രണ്ടും തലയുടെ വശങ്ങളിലേക്ക് ഊന്നിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്നുള്ള ആവേശത്തിൽ പറഞ്ഞതാണ്. ശോ, വേണ്ടിയിരുന്നില്ലെന്ന് അർച്ചന ഓർത്തു. ഹെഡേക്ക് ഉണ്ടെങ്കിൽ ബാമ്പുരട്ട അർച്ചന. കാർത്തി അവളുടെ ഇരിപ്പ് കണ്ടു പറഞ്ഞു. ഓ സാരില്ല, ഞാൻ കിടന്നോട്ടെ എന്നും പറഞ്ഞ് അവൾ ബെഡിലേക്ക് ചാഞ്ഞു. കിടന്നതറിയാതെ ഉറങ്ങുകയും ചെയ്തു. കുറച്ചു സമയം കാർത്തി അവളുടെ കിടപ്പ് നോക്കിയിരുന്നു. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഭാര്യ ഭർത്താവിനോട് ആദ്യ രാത്രി തന്നെ വീട് മാറുന്നതിനെക്കുറിച്ച് പറയുന്നത്. അതിലും അവനെ ഞെട്ടിച്ചത് അവൾക്ക് വീട് മാറാനുണ്ടായ കാരണമാണ്. അവൾ ആകെ മടുത്തുവെന്ന്. സ്വന്തം കല്യാണ ദിവസം മടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഓരോന്നോർത്തുകൊണ്ട് കാർത്തി കിടക്കുകയാണ്. ഒറ്റ മോളായതിൻ്റെ പ്രശ്നമാണോ? എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് അവൻ മനസ്സിൽ കുറിച്ചിട്ടു. ഫോൺ ശബ്ദിക്കുന്ന കേട്ടാണ് കാർത്തി കണ്ണു തുറന്നത്. സമയം നോക്കിയപ്പോൾ 5:30. നേരം വെളുത്തോ ഇത്ര പെട്ടെന്ന്? വിളിക്കുന്നത് വിഷ്ണുവേട്ടനാണ്. അലാറം കൃത്യസമയത്ത് അഥവാ അടിച്ചില്ലെങ്കിൽ ചേട്ടൻ അനുജൻ്റെ ഫോണിൽ വിളിക്കുന്നതാണ്. ഹലോ, ആ ചേട്ടാ, ഞാൻ വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വരാം. പിള്ളേരാരോ എടുത്ത് സെറ്റിങ്സ് എല്ലാം ചേഞ്ച് ചെയ്തു. അലാറം ഓഫായി പോയതാ എന്ന് പറഞ്ഞ് കാർത്തി ഫോൺ കട്ട് ചെയ്തു. അവൻ വേഗം എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി. ബ്രഷ് ചെയ്ത് വന്നപ്പോഴും അർച്ചന നല്ല ഉറക്കത്തിലാണ്. അർച്ചന, എഴുന്നേക്ക് അർച്ചന. അവൻ അവളുടെ തോളിൽ പിടിച്ചു കുലുക്കി. അർച്ചന കണ്ണുപോലും തുറക്കാതെ ഒന്നുകൂടെ ചുരുണ്ട് കിടന്നു. അർച്ചന, എടോ, നേരെ എത്രയെന്നറിയോ? എഴുന്നേക്ക്. അവൻ വീണ്ടും പിടിച്ചു കുലുക്കി അവളെ. ഇന്നലെ രാവിലെ എഴുന്നേറ്റപ്പോൾ താൻ ഓർത്തതാണ് തന്നെ ഇന്ന് രാവിലെ വിളിച്ചെണീപ്പിക്കുന്ന ഭാര്യയെ. താൻ മടി പിടിച്ച് കിടക്കുമ്പോൾ അവൾ വന്ന് തന്നെ എണീപ്പിക്കുന്നതും സിനിമയിലൊക്കെ കാണും പോലെ ഉന്തിത്തള്ളി ബാത്റൂമിൽ കയറ്റുന്നതുമൊക്കെ സ്വപ്നം കണ്ട താനാണ്. ഇതിപ്പോൾ ദേ കിടക്കുന്നു തൻ്റെ ഭാര്യ. അവളെ പൊക്കിയെടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി നിർത്താനുള്ള ആരോഗ്യമൊക്കെ തനിക്കുണ്ട്. പക്ഷെ ഇന്നലെ രാത്രിയിൽ അർച്ചന തന്നോട് ആദ്യമായി പറഞ്ഞ വാക്കുകൾ അവനെ ചെറുതൊന്നുമല്ല മുറിവേൽപ്പിച്ചത്. അർച്ചന, ഞാൻ ജോഗിങ്ങിന് പോവാട്ടോ എന്ന് പറഞ്ഞ് കാർത്തി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ചെന്ന് നോക്കിയപ്പോൾ നല്ല മഴ. അയ്യോ, മഴയാണല്ലോ, അവൻ പെറുപുറത്തു. അപ്പോഴേക്കും അവൾ എഴുന്നേറ്റു. ആ, ഗുഡ് മോർണിംഗ്. കണ്ണ് തിരുമിയിരിക്കുന്ന അർച്ചനയെ അവൻ വിഷ് ചെയ്തു. ഡോ, എഴുന്നേക്ക് കേട്ടോ, പോയൊന്നൊരു കുളിയൊക്കെ പാസ്സാക്കി താഴേക്ക് ചെല്ല്. അമ്മ, നന്ദിനിയെടുത്തി, ഹേമയെടുത്തി എല്ലാവരും അടുക്കളയിൽ ഹാജർ വെച്ച് കാണും എന്നും പറഞ്ഞ് അവൻ അർച്ചനയെ നോക്കി. പെട്ടെന്നാണ് അവൾക്ക് സ്ഥലകാല ബോധം വന്നത്. എൻ്റെ ദൈവമേ, ഇന്നലെ വരെ താൻ തൻ്റെ സ്വന്തം വീട്ടിൽ 7 മണിക്കാണ് ഉണർന്നത്. ഇനി അതൊന്നും പറ്റില്ല. അമ്മ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തന്നോട് ക്ലാസ് എടുത്താണ് വിട്ടത്. 5 മണിക്ക് ഉണർന്ന് കുളിക്കണം, അടുക്കളയിൽ ചെല്ലണം. എന്തെല്ലാം ആയിരുന്നു ആസൂത്രണം ചെയ്തേ? ഒക്കെ പാളിപ്പോയി. സമയം 5 മണി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ വിളിക്കണ്ടായിരുന്നോ കാർത്തി എന്നും പറഞ്ഞവൾ അഴിഞ്ഞു കിടന്ന മുടിയെല്ലാം കൂടി പൊക്കിക്കെട്ടി വെച്ചുകൊണ്ട് എണീറ്റു. ഷാർപ്പ് 5 o'clock എഴുന്നേക്കണമെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞു വിട്ടതാ. അവൾ ഒരു ടവലെടുത്തിട്ട് കബോർഡിൽ നിന്ന് അവളുടെ ഡ്രസ്സ് തിരഞ്ഞു. രാവിലെ കുളിക്കുന്ന ശീലമുണ്ടോ ഇയാൾക്ക്? അവൻ ചോദിച്ചു. ഡ്രസ്സ് എടുത്തിട്ട് അവൾ പതിയെ ഒരു വശം തിരിഞ്ഞ് അവനെ നോക്കി. സത്യം പറഞ്ഞാൽ ഇല്ല, പക്ഷെ അമ്മ പറഞ്ഞു ഇവിടെ വന്ന് കുളിച്ചിട്ട് വേണം അടുക്കളയിൽ കയറാനെന്ന്. എനിക്ക് ഭയങ്കര മടിയായിട്ടാ കുളിക്കാൻ. അവൾ കാർത്തിയുടെ അടുത്തേക്ക് വന്നു. ഇനി ഇത് ശീലാക്കണോ? കാർത്തി വീണ്ടും ചോദിച്ചു. അതും അമ്മ പറഞ്ഞു തന്നു. ഇന്ന് ആദ്യമായി കുളിച്ച് അടുക്കളയിൽ ചെല്ലുമ്പോൾ ജാനകി രാജമേനോൻ എന്ന എൻ്റെ അമ്മായിമ്മ പറയും, മോള് കാലത്തെ കുളിക്കൊന്നും വേണ്ട, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും ശീലമല്ലല്ലോ എന്ന്.
അർച്ചനയുടെ നിഷ്കളങ്കമായ മറുപടി കേട്ട് കാർത്തി ചിരിച്ചുപോയി. സംസാരമൊക്കെ പിന്നെ, ആദ്യം ഞാൻ പോയി കുളിക്കട്ടെ എന്നും പറഞ്ഞവൾ കാർത്തിയുടെ ചെവിയിൽ ഒരു കിഴുക്കം കൊടുത്ത് ബാത്റൂമിലേക്ക് പോയി. ഹോ, ഇവൾക്ക് പ്രായപൂർത്തിയാകാതെയാണോ കെട്ടിച്ചു വിട്ടത്? ഇന്നലെ രാത്രിയിൽ ഇവളുടെ ഒറ്റ വാക്കുകൊണ്ട് ആദ്യ രാത്രി വെറും കാളരാത്രിയായിപ്പോയി. അവൻ സ്വയം പഴിച്ചു. പാവം ക്രൂരയാണോ തൻ്റെ ഭാര്യ? ഇന്നലെ ഫ്രണ്ട്സ് എല്ലാവരും തൻ്റെ സെലക്ഷൻ സൂപ്പറാണെന്ന് അഭിനന്ദിച്ചപ്പോൾ ഈ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. ഇത്ര വേഗം കുളി കഴിഞ്ഞോ? അർച്ചന പെട്ടെന്ന് ഇറങ്ങി വരുന്ന കണ്ട് കാർത്തി ചോദിച്ചു. ഓ, എനിക്കാണെങ്കിൽ ഇതൊന്നും പതിവില്ലാത്തോണ്ട് വല്ലാത്ത മടിയായിരുന്നു കുളിക്കാൻ. വേഗം കുളിച്ചിട്ട് ഇറങ്ങിയതാ, അതാ. അർച്ചന കണ്ണാടിക്ക് മുൻപിൽ വന്നു നിന്നു. കാർത്തി അവളെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ണാടിയുടെ ഒരു അവൾ കണ്ടു. 6 മണി കഴിഞ്ഞല്ലേ കാർത്തി? അമ്മയാണെങ്കിൽ 5 മണിക്ക് എണീക്കണമെന്ന് പ്രത്യേകം പറഞ്ഞതാ എന്നും പറഞ്ഞവൾ അവൻ്റെ അടുത്ത് വന്നു. അതെ, ഇന്നലെ രാത്രിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത് കേട്ടോ, മറന്നു കളഞ്ഞേക്ക് എന്നും പറഞ്ഞവൾ കാർത്തിക്കിൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് വേഗം പുറത്തേക്ക് പോയി. എൻ്റെ ദൈവമേ, ഞാൻ കണ്ടതും കേട്ടതും ഒക്കെ സ്വപ്നമാണോ എന്ന് കാർത്തി ഒരു നിമിഷം ആലോചിച്ചു. ആ മോളെ, എഴുന്നേറ്റോ ഇത്ര നേരത്തെ എന്ന് ചോദിച്ച് ജാനകിയമ്മ അർച്ചനയുടെ അടുത്തേക്ക് ചെന്നു. അമ്മ എപ്പോൾ എഴുന്നേക്കും? ഏട്ടത്തിമാർ എണീറ്റില്ലേ? അർച്ചന ജാനകിയമ്മ കൊടുത്ത കാപ്പി മേടിച്ചു. ഞാൻ കാലത്തെ എണീക്കും മോളെ, വിളക്ക് വെക്കേണ്ടതല്ലേ. പിന്നെ അവരൊക്കെ എഴുന്നേൽക്കുന്നത് പല പല സമയത്താണ്. കുഞ്ഞുങ്ങൾ രാത്രിയിലൊക്കെ ചില ദിവസങ്ങളിൽ ആകെ ബഹളമായിരിക്കും. ഇവിടെ സെർവൻ്റ് ഇല്ലേ മേ? അർച്ചന അടുക്കളയിൽ ആകെ ഒന്ന് വീക്ഷിച്ചിട്ട് ചോദിച്ചു. പുറമണിക്കൊക്കെ ആൾ വരും. അടുക്കളയിൽ വേറെ ജോലിക്കാരെ വെക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ ഇവിടെ 3 സ്ത്രീകളില്ലേന്ന് അച്ഛൻ പറയുന്നത്. അവർ ഇഡലിത്തട്ടിലേക്ക് മാവ് കോരി ഒഴിക്കുവാണ്. അമ്മേ, ഇഡലിക്ക് കറി എന്താ? സാമ്പാറാണോ? അല്ല മോളെ, ചമ്മന്തിയാണ് ഇവിടെ ഇഷ്ടം, അർച്ചന ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു. ഞാൻ എന്ന നാളികേരം ചിരകിത്തരാം എന്ന് പറഞ്ഞ് അർച്ചന തേങ്ങയെടുത്ത് ചിരവാൻ തുടങ്ങി. അപ്പോഴേക്കും അങ്ങോട്ട് കാർത്തി വന്നു. അർച്ചന മിക്സിയിൽ ചമ്മന്തി അരയ്ക്കുകയാണ്. മോളെ, കാർത്തിക്ക് കോഫി കൊടുക്ക്, ജാനകിയമ്മ അർച്ചനയോടായി പറഞ്ഞു. അവൾ വേഗം കോഫി എടുത്ത് അവന് കൊടുത്തു. കാർത്തി ഒരു കള്ളച്ചിരിയോടെ അർച്ചനയുടെ കയ്യിൽ നിന്ന് ഒരു കൈ കൊണ്ട് കാപ്പി മേടിച്ചു. എന്നിട്ട് മറു കൈ കൊണ്ട് അർച്ചന ഉമ്മ കൊടുത്ത കവളിൽ ഒന്ന് തലോടി. ആഹാ, അർച്ചന രാവിലെ കുളിയൊക്കെ കഴിഞ്ഞോ? അമ്മേ, ഇനി വയ്യാത്ത അമ്മ രാവിലെ കുളിക്കണ്ട കേട്ടോ. അർച്ചന എന്നും കുളിച്ച് വിളക്ക് കൊളുത്തിക്കോളും. മേഘ ഇതും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് വന്നു. പണി പാളിയതുപോലെ അർച്ചന കാർത്തിക്കിൻ്റെ നേരെ ഒന്ന് തിരിഞ്ഞു നോക്കി. അതൊക്കെ എൻ്റെ അമ്മ തന്നെ ചെയ്തോളും. മരുമകൾ വന്ന് കയറിയെന്ന് പറഞ്ഞ് ചേച്ചി ഇതെല്ലാം വേഗം കൈമാറ്റം ചെയ്യൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ ജാനകിയമ്മ തന്നെയാണ് ഈ വീടിൻ്റെ ഐശ്വര്യം. കാർത്തി അർച്ചനയെ രക്ഷിക്കാനായി ഒരു ശ്രമം നടത്തി. നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? മേഘ അപ്പോഴാണ് അവനെ കണ്ടത്. ഞാൻ കോഫി കുടിക്കാൻ വന്നതാ, അവൻ ചേച്ചിയോട് പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാട്ടോടാ. നമ്മുടെ അമ്മ ഇവിടെ മരുമോളായി വന്ന ശേഷം ഈ ഐശ്വര്യം ഒക്കെ ഉണ്ടായത്. മേഘ തല ഉയർത്തിപ്പിടിച്ചു. അർച്ചന, താനതെല്ലാം മാറ്റിക്കുറിക്കണം. തനിക്ക് അനുവദിച്ച സമയം തുടങ്ങുമായി. കാർത്തി കുറച്ചുകൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. മേഘ പോയി കുളിക്കൂ. അമ്മ അവളെ നോക്കി. എന്നൊന്ന് ഇരുത്തി മൂളിക്കൊണ്ട് അവൾ പുറത്തേക്ക് പോയി. അർച്ചനയപ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ട് ചമ്മന്തി കൂടുതൽ രുചികരമാക്കുകയാണ്. തീ ഓഫ് ചെയ്തിട്ട് അവൾ മെല്ലെ ചീനച്ചട്ടി അടുപ്പത്തൊന്ന് വാങ്ങി വെച്ചു. തവി കൊണ്ട് കുറച്ചെടുത്ത് ജാനകിയമ്മയുടെ കയ്യിൽ ഉപ്പ് നോക്കുവാൻ കൊടുത്തു. അവർ കൊള്ളാമെന്ന് ചിരിച്ചുകൊണ്ട് അവളോട് തലകുലുക്കി കാണിച്ചപ്പോൾ എൻട്രൻസിന് 1ാം റാങ്ക് കിട്ടിയ ഒരു കുട്ടിയെപ്പോലെ അവളുടെ മുഖത്ത് സന്തോഷം തെളിഞ്ഞു. ജാനകിയമ്മ ഭർത്താവിനുള്ള ചായയുമായി മുറിയിലേക്ക് പോയി. തനിക്ക് കുക്കിംഗ് ഒക്കെ വശമുണ്ടോ
കാർത്തി അവളുടെ അരികത്തായി ചെന്നു. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അർച്ചന നേന്ത്രപ്പഴം പുഴുങ്ങുവാനായി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെക്കുന്നതിനിടയിൽ അവനോട് ചോദിച്ചു. ചട്നി ഉണ്ടാക്കുന്ന രീതി കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് തോന്നി. അവൻ പറഞ്ഞപ്പോൾ അർച്ചന പതിയെ അവൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ശബ്ദം താഴ്ത്തി മെല്ലെ പറഞ്ഞു, അതെ, ആരോടും പറയണ്ട കേട്ടോ. എനിക്ക് ആകെ അറിയാവുന്നത് ഇതുണ്ടാക്കാൻ മാത്രമാണ്. പിന്നെ എൻ്റെ ഭാഗ്യത്തിന് ഇവിടെ ഇതുണ്ടാക്കുവാനും അവസരം വന്നു. ചട്നിക്ക് പകരം സാമ്പാറായിരുന്നെങ്കിൽ എൻ്റെ ശിവനെ എന്നും പറഞ്ഞവൾ മുകളിലേക്ക് നോക്കി. കാർത്തി ശരിക്കും ചിരിച്ചുപോയി. അവൻ അർച്ചനയോട് ഒരുപാട് ഇഷ്ടം തോന്നി. ഇവൾ എല്ലാം തുറന്നു പറയുന്ന ക്യാരക്ടറാണെന്ന് തോന്നുന്നു. അതാ ഇന്നലെ തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. മനസ്സിൽ പിന്നെയും അവൻ്റെ ആദ്യ രാത്രി ഓർമ്മ വന്നു. അതെ, ഇവിടെ കിടന്ന് കറങ്ങണ്ടാട്ടോ, വേഗം റൂമിലേക്ക് വയ്ക്കൂ. അർച്ചന ചട്ടുകൊടുത്ത് കാർത്തികിൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ പിന്നെ കണ്ടോളാം കേട്ടോ എന്ന് പറഞ്ഞ് കാർത്തി ഒരു കള്ളച്ചിരി ചിരിച്ച് പുറത്തേക്കിറങ്ങി പോവുകയും ചെയ്തു. ഹേമി നന്ദിനി അടുക്കളയിൽ വന്നപ്പോൾ അർച്ചന നേന്ത്രപ്പഴം പുഴുങ്ങിയതെടുത്ത് ടേബിളിൽ വയ്ക്കുകയാണ്. ആഹാ, അടുക്കള ഭരണമൊക്കെ ഏറ്റെടുത്തോ പുതുമണവാട്ടി എന്ന് ചോദിച്ച് ഹേമ അവളുടെ ഒക്കത്ത് കുഞ്ഞിനെ എടുത്ത് ടേബിളിൽ വെച്ചു. അർച്ചന നോക്കിയപ്പോൾ ആവി പൊങ്ങി വരുന്ന പഴം പിടിക്കാൻ കുഞ്ഞ് കൈ പൊക്കുന്നു. വാവച്ച് പഴം എടുക്കേണ്ട കേട്ടോ എന്നും പറഞ്ഞ് അവളത് പാത്രത്തോടെ മാറ്റി വെച്ചു. പെട്ടെന്ന് ഹേമയുടെ മുഖം ഇരുണ്ടു. ഓ, എൻ്റെ കുഞ്ഞൊരു പഴം എടുക്കുമെന്നോർത്താണോ നീ അതെടുത്ത് മാറ്റി വെച്ചത്? അർച്ചനയുടെ മറുപടി കാക്കാതെ അവൾ വേഗം കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. കുഞ്ഞിൻ്റെ കൈ പൊള്ളിയാലോ എന്നോർത്താ ഞാൻ അതെടുത്ത് മാറ്റി വെച്ചത്, നന്ദിനിയോട് അവൾ വിഷമത്തോടെ പറഞ്ഞു. സാരില്ല, ഞാൻ പറഞ്ഞോളാം കേട്ടോ, അർച്ചന വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് നന്ദിനി അവളെ ആശ്വസിപ്പിച്ചു. കാർത്തി കുളി കഴിഞ്ഞ് റൂമിൽ വന്നപ്പോൾ അർച്ചന മുറിയിലുണ്ട്. അവൻ പിന്നിലൂടെ ചെന്ന് അവളുടെ അരക്കെട്ടിൽ അവൻ്റെ കൈകൾ കോർത്തു. അർച്ചന കരയുകയാണെന്ന് അവന് അപ്പോഴാണ് മനസ്സിലായത്. അർച്ചന, എന്തുപറ്റി? അവൻ അവളുടെ താടി മേൽപോട്ട് പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്. കണ്ണുനീർ ഒഴുകി ഒഴുകി വരികയാണ്. കാർത്തി ചോദിച്ചിട്ടൊന്നും അവൾ മറുപടി പറയുന്നില്ല. പെട്ടെന്ന് ജാനകിയമ്മ അങ്ങോട്ട് വന്നു. നന്ദിനി പറഞ്ഞാണ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞത്. അയ്യേ, കരയാണോ എൻ്റെ കുട്ടി? അവർ ചെന്ന് അർച്ചൻ്റെ കണ്ണീർ തുടച്ചു. എന്താ മക്കളെ ഇത്? കരയാൻ മാത്രം ഇപ്പം എന്താ ഉണ്ടായേ? മോളുവാ, ഒന്ന് കാപ്പി കുടിക്കുക. ഇതൊന്നും കാര്യാക്കണ്ട. ജാനകിയമ്മയുടെ ഓരോ വാക്കുകളും അർച്ചനയ്ക്ക് വലിയ ആശ്വാസമായിരുന്നു. കാർത്തിക്കിന് മാത്രം ഒന്നും മനസ്സിലായില്ല. എന്താമ്മേ പ്രോബ്ലം എന്ന് അവൻ ജാനകിയോട് ചോദിച്ചു. നീ താഴേക്ക് ചെല്ലും മോനെ, അവർ മകനോട് പറഞ്ഞു. മകൻ പോയപ്പോൾ അവർ കതക് ചാരിയിട്ടു. എന്നിട്ട് അർച്ചനയുടെ അടുത്തേക്ക് വന്നു. മോളെ, ഹേമ അങ്ങനെയാ, വെട്ടൊന്ന് മുറി രണ്ട്, ഇതാണ് അവളുടെ സ്വഭാവം. 3 ആങ്ങളമാർക്ക് ഒറ്റ പെങ്ങളേ ഉള്ളൂ, അതാ അവൾ ഇങ്ങനെയൊക്കെ. മോള് പഠിപ്പുള്ള കുട്ടിയല്ലേ, അതൊക്കെ മനസ്സിലാക്കി പെരുമാറണം കേട്ടോ. അതോ മോളും മേഘയെപ്പോലെയാണോ? അവൾക്ക് ഈ PG എന്ന് പറയുന്ന സാധനം എങ്ങനെ കിട്ടിയെന്ന് ഇപ്പോഴും അറിയില്ലാത്തവരാണ് ഇവിടെയുള്ളവർ. അതും പറഞ്ഞ് ജാനകിയമ്മ അർച്ചനയുമായി പുറത്തേക്ക് വന്നു. ആണുങ്ങളെല്ലാവരും കാപ്പി കുടിച്ച ശേഷമാണ് പെൺപടകൾ ഏറുന്നത്. ഹേമ മുഖം വീർപ്പിച്ചാണ് ഇരിക്കുന്നത്. അർച്ചന ജാനകിയമ്മയുടെ അരികത്തായിരുന്നു. എല്ലാവരും കഴിച്ച ശേഷം അർച്ചന പതിയെ ഹേമയുടെ അടുത്തായി വന്നു. ചേച്ചി, ഞാൻ വിഷമിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നു പറഞ്ഞിട്ടവൾ വേഗം കൈ കഴുകി മുറിയിലേക്ക് വന്നു. ഇപ്പോൾ ഹേമയുടെ മുഖം അയഞ്ഞു വന്നു. ഇതൊന്നും വലിയ സംഭവമല്ലടോ, ലീവ് ഇറ്റ് എന്നും പറഞ്ഞ് കാർത്തി അവളെ മുറിയിലേക്ക് വന്നപ്പോൾ ആഴത്തിലൊന്ന് പുണർന്നു. അവനെ തിരിച്ച് കട്ടിലേക്ക് തള്ളിയിട്ടിട്ട് അവൾ മുറിയുടെ പുറത്തേക്ക് ഓടിപ്പോയി. പിറ്റേ ദിവസം രാവിലെ കാർത്തി എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് രാജമേനോൻ ഹോളിലേക്ക് വന്നു. അച്ഛൻ്റെ വിളിവെച്ച് കേട്ട് അവൻ താഴേക്ക് ഇറങ്ങി. മോനെ, ഷീല വിളിച്ചു, നിന്നെ വിളിച്ചിട്ട് എടുത്തില്ല എന്ന്. നീയും മോളും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറഞ്ഞു. നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് എവിടേക്കും പോയതും ഇല്ലല്ലോ, അയാൾ മകനോടായി പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ അങ്ങോട്ട് പോകണം കേട്ടോ.
എന്ന് രാജമേനോൻ അവനോട് പറഞ്ഞിട്ട് പോയി. ഇയാൾക്ക് ഐസ്ക്രീം എന്തെങ്കിലും വേണോ? ഷീലാപ്പച്ചൻ്റെ വീട്ടിലേക്ക് പോകും വഴി ബേക്കറി കയറിയപ്പോൾ കാർത്തി അവളോട് ചോദിച്ചു. ഒന്നും വേണ്ട കാർത്തി, നമുക്ക് പെട്ടെന്ന് പോകാം, മഴ വരുന്നുണ്ട്. അതും പറഞ്ഞ് അവൾ ധൃതി കൂട്ടി. അപ്പച്ചിയും അവരുടെ മക്കളായ കാർത്തികയും കീർത്തനയും ഉണ്ടായിരുന്നു അവിടെ. അവരൊരുപാട് വിഭവങ്ങളൊക്കെ ഒരുക്കി വെച്ച് കാത്തിരിക്കുവാണ് അർച്ചനയും കാർത്തികയും. അർച്ചനയുമായിട്ട് പെൺകുട്ടികൾ വേഗം എടുത്തു. എന്തായാലും വന്നതല്ലേ, നാളെ പോകാമെന്ന് പറഞ്ഞ് അവർ കാർത്തികയും അർച്ചനയും അവിടെ ഒന്ന് താമസിപ്പിച്ചു. അർച്ചന നാളെയല്ലേ വീട്ടിലേക്ക് പോണത്? ഷീല അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു. അതെ അപ്പച്ചി, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. ഓ, പെണ്ണിൻ്റെ മുഖത്തെ ഒരു തിളക്കം കണ്ടോ അപ്പച്ചി? ഇയാൾ ഗോൾഡൻ ഫേഷ്യൽ ചെയ്തതിൻ്റെ ബെനിഫിറ്റ് ഇപ്പോഴാണ് കിട്ടിയത് എന്ന് പറഞ്ഞ് കാർത്തി അവളെ കളിയാക്കി. പിറ്റേ ദിവസം ഉച്ചയോടെ കാർത്തിയും അർച്ചനയും കൂടി മേലെ വീട്ടിൽ തറവാട് എന്ന അർച്ചനയുടെ വീട്ടിലെത്തി. അച്ഛനും അമ്മയും ഗാർഡനിൽ നിൽക്കുന്നത് കണ്ട് അർച്ചന കൈവീശി കാണിച്ചു. എടോ, താൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് വന്നതാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞ കേട്ടോ. കാർത്തി അവളുടെ നേർക്ക് നോക്കി. വെച്ചിട്ടുണ്ട് ഞാൻ, കുറച്ച് കഴിയട്ടെ എന്നും പറഞ്ഞ് കാർത്തികിൻ്റെ ചെവിയിൽ പിടിച്ച് അവൾ കിഴുക്കി. കയറി വരൂ മോനെ. ശേഖരമേനോൻ മരുമകൻ്റെ കയ്യിൽ പിടിച്ച് സ്വീകരിച്ചു. മോളെന്ന് വിളിച്ച് ഗീതാദേവി അർച്ചനയുടെ അടുത്തേക്ക് ചെന്നു. അർച്ചന കാറിൽ നിന്ന് ഇറങ്ങി വന്നു. തങ്ങളുടെ മകൾ അതീവ സന്തോഷത്തോടെ ഒരു കുടുംബിനിയായി വന്നത് കാണുകയാണ് ശേഖരമേനോൻ. മോളെ. ശേഖരവർമ്മ മകളുടെ അടുത്തേക്ക് ചെന്നു. അവൾ ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു. അയാൾക്ക് പെട്ടെന്ന് കണ്ണ് നിറഞ്ഞു വന്നു. കാത്തിരുന്ന് തങ്ങൾക്ക് കിട്ടിയ മുത്താണിത്. മകളെ പിരിഞ്ഞ് ഒരു ദിവസം പോലും നിൽക്കാൻ അവർക്കാവില്ലായിരുന്നു. സ്കൂളിലും കോളേജിലുമെല്ലാം. അതുകൊണ്ട് അവളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവർ പഠിപ്പിച്ചത്. ആദ്യമായി മകളെ പിരിഞ്ഞ വേദന അത് രണ്ടുപേരും അറിഞ്ഞു ഈ 4 ദിവസം കൊണ്ട്. ശേഖരേട്ട, മോൻ ഇവിടെ നിൽക്കുന്ന മറന്നു രണ്ടാളും. ഗീത അവിടേക്ക് വന്നു. അർച്ചന അച്ഛൻ്റെ അടുത്തുനിന്ന് കാർത്തിക്കിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. കാർത്തിയുടെ കയ്യിൽ പിടിച്ച് അവനെ അകത്തേക്ക് കൊണ്ടുപോയി. ഒറ്റ മോളായതുകൊണ്ട് നല്ലപോലെ കൊഞ്ചിച്ച് വെച്ചിരിക്കുവോ മകളെ, അല്ലേ എന്ന് അവൻ പതിയെ അവളോട് ചോദിച്ചു. അർച്ചന ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ അമർത്തി നുള്ളി. കല്യാണി, മക്കൾക്ക് കുടിക്കാൻ ഇളനീരെടുത്തേക്ക് കേട്ടോ, ഗീത അച്ഛനെ നോക്കി വിളിച്ചു പറഞ്ഞു. അർച്ചനയ്ക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഇളനീരെന്ന് അച്ഛനും അമ്മയ്ക്കും നന്നായിട്ടറിയാം. അർച്ചനയുടെ റൂമിൽ കാർത്തിക്കും അർച്ചനയും കൂടി കയറിപ്പോയി. അച്ഛന് മകളെ കണ്ടപ്പോൾ എന്തേ കരച്ചിൽ വന്നല്ലോ? കാർത്തി ഷർട്ട് മാറിക്കൊണ്ട് അവളോട് ചോദിച്ചു. ഞാനും അച്ഛനും തമ്മിൽ ഭയങ്കര കമ്പനിയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ അച്ഛനറിയാത്ത ഒരു രഹസ്യം പോലും ഇല്ല. ഏതെങ്കിലും പയ്യന്മാർ വന്ന് ഐ ലവ് യു പറഞ്ഞാൽ അതും ഞാൻ അച്ഛനോട് പറയായിരുന്നു. എൻ്റെ അച്ഛൻ പാവമാണ്. അർച്ചന വാചാലയായി. മോളെ, ഫുഡ് കഴിക്കാൻ വരൂ. താഴെ നിന്ന് അമ്മ വിളിക്കുന്നത് അവർ രണ്ടാളും കേട്ടു. വിശക്കുന്നില്ലേ കാർത്തിക്കിന്? വാ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അർച്ചന അവൻ്റെ കയ്യിൽ പിടിച്ചു. പെട്ടെന്ന് അവൻ അവളെ അവൻ്റെ ദേഹത്തേക്ക് വലിച്ചടിപ്പിച്ചു. അച്ഛനെ പോലെ തന്നെ ഈ കാർത്തിക് ഒരു പാവമാണ് കേട്ടോ. അർച്ചനയുടെ മുഖം കൈക്കൊമ്പിളിൽ എടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. അയ്യടാ, ഒരു പാവം വന്നിരിക്കുന്നു. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നോ എന്നും പറഞ്ഞവൾ കാർത്തികുമായിട്ട് പുറത്തേക്ക് പോയി. വിഭവസമൃദ്ധമായിരുന്നു അവരുടെ വിരുന്ന്. ചെമ്മീനും കരിമീനും നാടൻ വരാലും അങ്ങനെ പലതരത്തിലുള്ള മീൻ വിഭവങ്ങൾ മേശയിൽ നിരന്നു. പോരാത്തതിന് താറാവും കോഴിയും വേറെ. അമ്മ അടിപൊളി കുക്കാണല്ലോ. കാർത്തി കുറച്ച് പുളിശ്ശേരി എടുത്ത് ചോറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചുകൊണ്ട് ചോദിച്ചു. അയ്യോ മോനെ, ഞാനല്ല ഇതെല്ലാം ഉണ്ടാക്കിയത്, കല്യാണിയാണ് കേട്ടോ എന്നും പറഞ്ഞവർ കല്യാണി ഒന്നിങ്ങോട്ട് വരുമോ എന്ന് നീട്ടി വിളിച്ചു. ഒരു മധ്യവയസ്ക അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു. ഇതാ മോനെ കല്യാണി. കല്യാണി ഒരു ബെസ്റ്റ് കുക്കാണ് കേട്ടോ, ഗീത പറഞ്ഞു. ആ ഓക്കെ ചേച്ചി, കലക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അർച്ചനയെ കൂടി ഒന്ന് പഠിപ്പിക്കണേ.
എല്ലാം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ താറാവ് റോസ്റ്റ് മാത്രമാണെങ്കിലും മതി, ഇത് സൂപ്പർബ് എന്ന് പറഞ്ഞവൻ ഒരു താറാവ് കഷ്ണം എടുത്തു വായിലേക്ക് ഇട്ടുകൊണ്ട് ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ കുശാലായി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കാർത്തിക്ക് വല്ലാത്ത ക്ഷീണം. ഫുഡ് കഴിച്ചത് ഇത്തിരി കൂടിപ്പോയി. അവൻ അർച്ചനയോട് പറഞ്ഞു, എങ്കിൽ കാർത്തി പോയി റെസ്റ്റ് എടുക്ക്. അവൾ കാർത്തിക്കിൻ്റെ മുഖത്തേക്ക് നോക്കി. എങ്കിൽ ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അർച്ചനയുടെ മുറിയിലേക്ക് പോയി. ഗീതയും മകളും കൂടി ഹോളിലിരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് ജാനകിയമ്മ അവളുടെ ഫോണിലേക്ക് വിളിച്ചു. ആ അമ്മേ, എത്തി എത്തി, ഫുഡ് കഴിച്ചു. ഓക്കെ അമ്മേ. അവൾ കോൾ കട്ട് ചെയ്തിട്ട് ഗീതയുടെ മടിയിൽ തലവെച്ച് കിടന്നു. പുതിയ വീട്, പുതിയ ആളുകൾ. ജാനകിയമ്മയെക്കുറിച്ച് അർച്ചനയ്ക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നുള്ളൂ. കാരണം അതൊരു പാവം അമ്മയാണ്, അവളെ വലിയ കാര്യമാണ് ഒക്കെ പറഞ്ഞുകൊണ്ട് അർച്ചന ഗീതയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. അമ്മയും അച്ഛനും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങിട്ടോ. അർച്ചന ഗീതയെ നോക്കി. മോളെ, അടുക്കള കാണൽ എന്നൊരു ചടങ്ങുണ്ട്. അമ്മയ്ക്ക് അത് കഴിഞ്ഞ് അങ്ങോട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് അമ്മയും അച്ഛനും കൂടി മറ്റന്നാൾ അങ്ങോട്ടേക്ക് വരാം. ശേഖരവർമ്മ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അർച്ചന വേഗം സെറ്റിൽ നിന്ന് എഴുന്നേറ്റു. അച്ഛൻ്റെ അമ്മയുടെ നടുക്കായി അർച്ചന ഇരുന്നു. ശേഖരവർമ്മയുടെ കയ്യിലെ മൊബൈൽ ഫോൺ മേടിച്ച് അവർ 3 പേരുമായിട്ടുള്ള ഒരു സെൽഫി എടുത്തു. അച്ഛാ, ഞാൻ ഇത്തിരി കൂടി ഗ്ലാമറായല്ലേ? അവൾ ഫോട്ടോ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് നീ ഫേഷ്യൽ ചെയ്തിട്ടാണെന്ന് പറഞ്ഞ് ഗീത അവളെ കളിയാക്കി. കല്യാണിച്ച എന്തമ്മ ഉണ്ടാക്കുന്നേ? നല്ല മണം വരുന്നുണ്ടല്ലോ എന്ന് അടുക്കളയിലേക്ക് നോക്കിക്കൊണ്ട് അർച്ചന പറഞ്ഞു. ആവോ, എല്ലാം ഇന്ന് സ്പെഷ്യലാണേ, അവർ മറുപടിയും കൊടുത്തു. കാർത്തിയുടെ അടുത്തേക്ക് ചെല്ലും മോളെ, ഒരുപാട് നേരമായില്ലേ കിടക്കാൻ തുടങ്ങിയിട്ട് എന്ന് ഗീതാദേവി പറഞ്ഞപ്പോൾ അവൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. ആ, കാർത്തി ഉണർന്നു കിടക്കുമായിരുന്നോ? ക്ഷീണം ആരെങ്കിലും എഴുന്നേറ്റ് താഴേക്ക് വരൂ. അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. ക്ഷീണം മാറണമെങ്കിൽ നീ ഇവിടെ വന്ന് കിടക്കുമോളെ. കാർത്തി അർച്ചനയെ നോക്കി. അയ്യടാ, കൊഞ്ചാൻ വന്നിരിക്കുന്നു, എഴുന്നേറ്റ് താഴേക്ക് വരുമോ? അച്ഛനും അമ്മയും വെയിറ്റ് ചെയ്യുവാ. അർച്ചന കാർത്തിക്കിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. 4 മണിക്ക് എന്നും സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അർച്ചനയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം. ഗീത എല്ലാവർക്കുമായി ചായയും കൊണ്ട് വരികയാണ്. കല്യാണിയുടെ പിറകേ നടക്കും. ഏത്തയ്ക്കാബോളി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അർച്ചന ഒരു പാത്രത്തിൽ ഏത്തയ്ക്കാബോളിയുമായിട്ട് വരുന്നത് കണ്ട് ഗീതയും ശേഖരവർമ്മയും ചിരിച്ചു. അവൾ എല്ലാവർക്കും അത് എടുത്തു കൊടുത്തു. മോളെ അച്ചൂട്ടി, ഇതൂടി കൊണ്ടുപോയിക്കോ. കല്യാണി കർട്ടൻ്റെ മറവിൽ നിന്നു. ചേച്ചി ഇങ്ങോട്ടേക്ക് വരൂ, എന്തിനാ നാണിക്കുന്നേ? അർച്ചന അവരെ വിളിച്ചു. ഒരു പാത്രത്തിൽ ആവി പൊങ്ങുന്ന ഇലയുടെയുമായിട്ടാണ് കല്യാണി വന്നത്. ജീരകവും ഏലക്കയും നാളികേരവും ശർക്കരയും ഒക്കെ ഇട്ട് കുഴച്ചുണ്ടാക്കിയ ഇലയട കാർത്തിക്കിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓ, ഈ ഫുഡെല്ലാം കഴിച്ച് ഞാൻ മടുക്കും. നാളെ രാവിലെ മടങ്ങണമെന്ന് ഓർക്കുമ്പോഴാണ് വിഷമം. അവനത് പറഞ്ഞപ്പോൾ അർച്ചനയുടെ മുഖം ഉരുണ്ടു. നാളെ പോകാനോ കാർത്തി? അവൾ ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവനോട് ചോദിച്ചു. പിന്നെ പോകണ്ടേ നമുക്ക്? എനിക്ക് മറ്റന്നാൾ ജോയിൻ ചെയ്യണം ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കൈ കഴുകി തുടച്ചുകൊണ്ട് വന്നു. അർച്ചന മുഖം കുത്തി വീർപ്പിച്ചിരിക്കുവാണ്. നാളെ പോയിട്ട് നമുക്ക് വീക്കെൻഡിൽ വരാടോ എന്നവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖം തെളിഞ്ഞു. അയ്യോ, ഇതാരാ വന്നിരിക്കുന്നേ? ദേവകി അപ്പച്ചി. അർച്ചന പുറത്തേക്ക് ഓടി. ശേഖരവർമ്മയുടെ ഒരേയൊരു പെങ്ങളാണ് ദേവകി. ഭർത്താവ് മരിച്ചതുകൊണ്ട് അർച്ചനയുടെ വിവാഹത്തിന് അവർ വന്നില്ല. ഇപ്പോൾ അവളെ കാണുവാനായി വന്നതാണവർ. കാർത്തിയെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അവൾ അവരുമായി റൂമിലേക്ക് പോയി. ഇതാ അപ്പച്ചി, ഇത് ഞാൻ അപ്പച്ചയ്ക്ക് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് അവൾ ഒരു കവറെടുത്തു. വില കൂടിയ ഹാൻഡ്ലൂം സിൽക്ക് സാരി ആയിരുന്നു അതിൽ. ഞാൻ മോൾക്കും ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞവർ ഒരു ബോക്സ് എടുത്ത് അവൾക്ക് കൈമാറി. ഡയമണ്ടിൻ്റെ ഒരു നെക്ലസും ഒരു ജോഡി കമ്മലും. അടിപൊളിയായിട്ടുണ്ട് അപ്പച്ചി എന്ന് പറഞ്ഞവൾ ആ
അപ്പം തന്നെ ഇട്ടു നോക്കി. ദേവേട്ടനും എടുത്ത് എന്തു പറയുന്നു? അവരെന്നു വരും നാട്ടിലേക്ക്? അവർ നെക്ലേസ് അണിഞ്ഞ് കണ്ണാടിക്ക് മുൻപിൽ നിന്ന് അവരോട് ചോദിച്ചു. അവരടുത്ത മാസം വരും മോളെ. മോളെ, പറമ്പിൽ ജോലിക്കാരുണ്ട്, ഞാനതുകൊണ്ട് വേഗം പോവാട്ടോ എന്ന് പറഞ്ഞവർ പോകാൻ എഴുന്നേറ്റു. ഈ അപ്പച്ചയ്ക്ക് എപ്പോൾ വന്നാലും ധൃതിയാ എന്നും പറഞ്ഞ് അവളും അവരുടെ ഒപ്പം പുറത്തേക്ക് നടന്നു. ഏട്ടാ, ഞാൻ ഇറങ്ങുവാട്ടോ, തൊടി ജോലിക്കാരുണ്ട്. കാർത്തി, ഒരു ദിവസം ഇറങ്ങണം കേട്ടോ മോനെ. ദേവകി പോകാൻ തുടങ്ങി. ഇതേ ചേച്ചി, ഇതോടെ കൊണ്ടുവയ്ക്കോ. ഗീത എന്തോ ഒരു കവറുമായിട്ട് അവർക്കരികിലേക്ക് വന്നു. എന്താ ഗീത ഇത്? ദേവകി ചോദിച്ചു. കുറച്ച് ചെമ്മീൻ റോസ്റ്റാണ്, കരിമീൻ പൊള്ളിച്ചതും. ചേച്ചിക്ക് ഇഷ്ടമല്ലേ അത്? ഗീത കവർ അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അമ്മേ, അപ്പച്ചി എന്തായി കൊണ്ടുവന്നേന്ന് നോക്കി. അർച്ചന കഴുത്തിക്കിടുന്ന നെക്ലേസ് കാണിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു. ആ, നന്നായിട്ടുണ്ടല്ലോ. അച്ഛൻ കഴിഞ്ഞാൽ ഇവൾക്ക് പ്രിയപ്പെട്ടത് ദേവകി ചേച്ചിയാണല്ലോ എന്ന് കാർത്തി ഓർത്തു. ദേവകി വയ്യാതെ യാത്ര പറഞ്ഞു പോയി. പിറ്റേ ദിവസം രാവിലെ കാർത്തി എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. അർച്ചന ഉണർന്നപ്പോൾ കാർത്തി റെഡിയായി നിൽപ്പുണ്ട്. ഇതെന്താ ഇത്ര നേരത്തെ കുളിച്ചേ? എങ്ങോട്ട് പോവാ കാർത്തി? അർച്ചന എഴുന്നേറ്റ് കട്ടിലിരുന്നു. നമുക്ക് പോകണ്ടേ വീട്ടിൽ? ഇയാളോട് ഞാൻ പറഞ്ഞതല്ലേ ഈ കാര്യം? കാർത്തി അർച്ചനയോടും ചോദിച്ചു. അതെ, പറഞ്ഞു. പക്ഷെ ഇത്ര നേരത്തെ ഇതെങ്ങോട്ടാ? എൻ്റെ അച്ഛനും അമ്മയും എന്ത് വിചാരിക്കും? എൻ്റെ ഫ്രണ്ട് ആനന്ദിൻ്റെ കാര്യം ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ? താൻ ഓർക്കുന്നുണ്ടോ അവനെ? കാർത്തി ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി ഇട്ടുകൊണ്ട് അവളോട് ചോദിച്ചു. ഓവ്, അയാളും വൈഫും വരുന്നുണ്ടോ ഇങ്ങോട്ട്? അവൾ ഒരു പുരിക ഉയർത്തിക്കൊണ്ട് അവനെ നോക്കി. ഇല്ല, പക്ഷെ അവൻ എന്നോട് ഒരു കാര്യം പറയും എപ്പോഴും. എന്താന്ന് പറയട്ടെ? അവൻ അവളുടെ മുൻപിലേക്ക് ഒരു കസേര ഇട്ടു. പറയൂ, അർച്ചന താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. ഈ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് പോത്തിൻ്റെ സ്വഭാവമാണെന്ന്. അവൻ ശബ്ദം താഴ്ത്തി. കാരണം എന്താണെന്ന് പറയട്ടെ? അർച്ചന അവൻ്റെ മുഖത്തേക്ക് നോക്കി. പോത്തിനെ കുളിപ്പിക്കാൻ വെള്ളത്തിലോട്ട് ഇറക്കുമ്പോൾ അവയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. എത്ര കുളിച്ചാലും മതി വരില്ല. തിരിച്ചു കയറ്റാൻ നമ്മൾ കുറേ പാടുപെടും എന്ന് പറഞ്ഞതുപോലെ ഈ പെണ്ണുങ്ങളും. സ്വന്തം വീട്ടിലോട്ട് പോകുമ്പോൾ എന്തൊരു ഉത്സാഹമാണ്. തിരിച്ച് കെട്ടിയോ വീട്ടിലേക്ക് വരാൻ ഇവർക്ക് ഭയങ്കര മടിയുമാണ്. ഇത് ആനന്ദ് പറഞ്ഞതാണോ അതോ മോൻ കണ്ടുപിടിച്ചതോ? അർച്ചന കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ആര് കണ്ടുപിടിച്ചാലും സത്യമല്ലേ? കാർത്തി ഇതും പറഞ്ഞ് അവൻ്റെ ഫോൺ എടുത്തു. എന്നെ ഇയാൾ പോത്താക്കണ്ട. അർച്ചന ബാത്റൂമിലേക്ക് പോയി. അർച്ചന, മോളെ ഇത്ര പെട്ടെന്ന് പോവാണോ? ശേഖരവർമ്മയുടെ മുഖം വാടി. കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അർച്ചന പറഞ്ഞത് അച്ഛനോടും അമ്മയോടും കാലത്തെ പോവാണെന്ന്. രാവിലെ പോണോ അച്ഛാ? എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകണം, കുറച്ച് പരിപാടിയുണ്ട്, അതാ. കാർത്തിയാണ് അതിന് മറുപടി പറഞ്ഞത്. അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വാകട്ടോ, നമുക്ക് അവിടെ കൂടെ ഒരു ദിവസം. അർച്ചനയുടെ മുഖം വിഷമിച്ചിരിക്കുന്നത് കണ്ട് കാർത്തി അവരുടെ അടുത്തേക്ക് എത്തി. ഞങ്ങൾ വരാം, ഈ ആഴ്ച തന്നെ എന്ന് പറഞ്ഞ് ശേഖരവർമ്മ എഴുന്നേറ്റു. പിന്നെ പെട്ടെന്ന് തന്നെ അർച്ചനയും കാർത്തിയും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ശേഖരവർമ്മ അപ്പോൾ ഒരു കവർ കൊണ്ടുവന്ന് അർച്ചനയ്ക്ക് കൊടുത്തു. എന്താ അച്ഛാ ഇത് എന്ന് ചോദിച്ചുകൊണ്ട് അവൾ കവർ തുറന്നു നോക്കി. ഗീതയും ശേഖരവർമ്മയും ചിരിച്ചുകൊണ്ട് നിന്നു. അർച്ചനയുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. രണ്ടു പേർക്കും പാരീസിലേക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ പോകാം. ഗീതാദേവി അതും പറഞ്ഞ് കാർത്തികിനെ നോക്കി. കുറച്ച് ദിവസം കൂടി ഈ തിരക്കൊന്ന് മാറ്റി വെക്കുമോനെ, ഇപ്പോഴത്തെ ത്രില്ലൊന്നും പിന്നെ കിട്ടത്തില്ല. കാർത്തി. ശേഖരവർമ്മ കാർത്തിക്കിന് ഡോറൊക്കെ തുറന്നു കൊടുക്കുകയാണ്. അർച്ചന അച്ഛനും അമ്മയ്ക്കും കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു. രണ്ടുപേരും യാത്ര പറഞ്ഞിറങ്ങി. കാർത്തി, നമുക്ക് പാരീസിൽ പോവണ്ടേ?
ഈഫൽ ടവറിലും ഷാമ്പെയിൻ ബാറിലും ഒക്കെ പോകണം, അടിച്ചു പൊളിക്കണം നമുക്ക് എന്നും പറഞ്ഞവൾ കൈകൾ രണ്ടും കൂട്ടിമുട്ടിച്ചു. ഒറ്റ മോളായതുകൊണ്ട് പെണ്ണിനെ തലയെ കയറ്റി വെച്ചിരിക്കുവാണല്ലേ? കാർത്തി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അർച്ചനയെ പാളി നോക്കി. അവളതിന് മറുപടി പറഞ്ഞില്ല. സത്യം പറഞ്ഞ എനിക്കിതൊന്നും ഇഷ്ടമല്ല അർച്ചന. നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ അടിച്ചു പൊളിച്ചാൽ പോരെ? മൂന്നാർ ഏറ്റവും ബെസ്റ്റാണ്. താൻ മീശപ്പുലിമല പോയിട്ടുണ്ടോ? എന്ത് രസമാണെന്നോ. വാഗമൺ പൈൻമരക്കാട് കണ്ടിട്ടുണ്ടോ എന്നെല്ലാം ചോദിച്ച് അവൻ വാചാലനായി അവളെ നോക്കി. അർച്ചന മറുത്ത് ഒരു വാക്കുപോലും പറഞ്ഞില്ല അവനോട്. അവൾക്ക് മനസ്സിലായി അവൻ ഇഷ്ടമല്ല ഇതൊന്നും എന്ന്. കാർത്തിക്കും അർച്ചനയും പരസ്പരം ഒന്നും സംസാരിച്ചില്ല വീടെത്തും വരെ. കാറ് പാർക്ക് ചെയ്തപ്പോൾ ഡോർ തുറന്നിറങ്ങാൻ തുടങ്ങിയ അർച്ചനയുടെ കയ്യിൽ കാർത്തിക് കടന്നു പിടിച്ചു. അതെ, ലീവിൻ്റെ കാര്യം ഞാൻ ഹോസ്പിറ്റലിൽ ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് പാരീസ് ട്രിപ്പ് പ്ലാൻ ചെയ്യാം. പിന്തിരിഞ്ഞു നോക്കിയ അർച്ചനയോട് അവൻ പറഞ്ഞു. അവൾ മറുപടി പറയും മുമ്പ് ജാനകിയമ്മ ചിരിച്ച മുഖവുമായി അവരുടെ അടുത്തേക്ക് വരുന്നത് കാർത്തി കണ്ടു. വേഗം അവളുടെ കൈ പിടിവിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങി. യാത്രയൊക്കെ സുഖമായിരുന്നല്ലേ മോളെ? അച്ഛനും അമ്മയൊക്കെ എന്തു പറയുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അവർ അർച്ചനയെ തഴുകി. മേഘപ്പം അങ്ങോട്ടേക്ക് വന്നു. പിറകിൽ ഹേമയുമുണ്ട്. രണ്ടുപേരുടെയും കണ്ണുപോയത് അർച്ചനയുടെ കഴുത്തിലേക്കും കാതിലേക്കും. കാർത്തിക്കും അർച്ചനയും മുറിയിലേക്ക് കയറിപ്പോയതും മേഘ ഓടി ജാനകിയമ്മയുടെ പിറകെ. അമ്മേ, വന്ന പാടെ അവൾ കാർത്തിയുടെ പോക്കറ്റ് കാലിയാക്കും. ഡയമണ്ട് നെക്ലേസാണ് കഴുത്തി കിടക്കുന്നത്, അമ്മ കണ്ടില്ലേ? മേഘ അവരുടെ കയ്യിൽ പിടിച്ചു. അതിൻ്റെ സെറ്റുണ്ടല്ലോ ചേച്ചി, കമ്മലും ഡയമണ്ടാണ്, ഹേമയും പറഞ്ഞു. ജാനകിയമ്മ രണ്ടു മക്കളുടെ മുഖത്തേക്ക് നോക്കി. അവൻ മേടിച്ചു കൊടുത്തതാണെങ്കിലും അത് അവൻ്റെ ഭാര്യയ്ക്കല്ലേ മക്കളെ, പിന്നെന്താ നിങ്ങൾക്ക് പ്രോബ്ലം? ജാനകിയമ്മ മെല്ലെ അവരോട് ചോദിച്ചു. അമ്മ, ഞങ്ങൾക്ക് പ്രോബ്ലമൊന്നുമില്ല, പക്ഷേ ഇത് ഇത്തിരി കൂടിപ്പോയില്ലേ? വന്ന് കയറിയതല്ലേ ഉള്ളൂ, ആവശ്യത്തിൽ കൂടുതൽ ഗോൾഡ് അവൾക്കുണ്ടല്ലോ. മേഘ ന്യായീകരിക്കാൻ ഒരു ശ്രമം നടത്തി. അതല്ലമ്മേ, അർച്ചനയ്ക്കൊന്നും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. ഇത്ര പെട്ടെന്ന് കാർത്തിയെ കൊണ്ട് മേടിപ്പിച്ചോണ്ടാ ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്, അല്ലേ ചേച്ചി? ഹന്ന, ഹേമ മേഘയെ നോക്കി. ഈ അമ്മയ്ക്ക് വിവരമില്ലെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെ ആകണമെന്നില്ലെന്നേ എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് തിരിഞ്ഞു പോകാൻ തുനിഞ്ഞ മേഘ ഞെട്ടിപ്പോയി. എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന കാർത്തി. ഞാൻ എൻ്റെ ഫോൺ കാറിൽ നിന്ന് എടുത്തില്ല. അർച്ചന എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിലക്കിയത് നന്നായി, ഇല്ലെങ്കിൽ ഇതെല്ലാം ആ പാവം കേൾക്കുമായിരുന്നു. പാവം എന്ന കാർത്തിയുടെ അഭിസംബോധന കേട്ട് ഹേമ ചുണ്ടൊരു വശത്തേക്ക് ചിരിച്ചുകൊണ്ട് മേഘയെ നോക്കി. ഇതൊന്നും കാര്യാക്കണ്ട മോനെ, നീ നിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളത് മേടിച്ചു കൊടുക്ക്, ജാനകിയമ്മ മകനെ നോക്കി പറഞ്ഞു. എൻ്റെ അമ്മേ, എന്നാലും സത്യാവസ്ഥ അമ്മ അറിയണമല്ലോ. അർച്ചനയുടെ അപ്പച്ചി അവരുടെ കല്യാണത്തിന് ഭർത്താവ് മരിച്ചുകൊണ്ട് വന്നില്ലമ്മേ. അവരിന്നലെ വന്നിരുന്നു അവിടെ. അവർ ഗിഫ്റ്റ് കൊടുത്തതാണത്. എന്നിട്ട് എന്തൊക്കെയാണ് ഈ പറഞ്ഞുണ്ടാക്കുന്നത് ഇവർ എന്ന് പറഞ്ഞവൻ കാറിൻ്റെ അടുത്തേക്ക് പോയി. ജാനകിയമ്മ ഒരക്ഷരം പോലും പറയാതെ അവരുടെ മുറിയിലേക്കും. എൻ്റെ അച്ഛൻ എനിക്ക് ഒരു കാറും കൂടി തന്നായിരുന്നു ഡൗറിയായിട്ട്. ഇത് ഇത്രയും വലിയ കോടീശ്വരൻ്റെ മകൾക്ക് എന്താണ് ഒരു കാറ് കൊടുക്കാത്തത്? അതും പറഞ്ഞ് വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത മട്ടിൽ ഹേമ അകത്തേക്ക് പോയി. മേഘ അവളുടെ മുറിയിലേക്കും. കാർത്തി, ലീവ് ചോദിക്കൊന്നും വേണ്ട, നമുക്ക് പാരീസിലേക്കൊന്നും പോകണ്ട, നമുക്ക് മൂന്നാർ പോകാം. അർച്ചന ഡ്രസ്സ് മാറി ഇറങ്ങി വന്നിട്ട് കാർത്തിയെ നോക്കി പറഞ്ഞു. എന്താ, ഞാൻ അങ്ങനെ പറഞ്ഞോണ്ടാണോ ഇയാൾ പെട്ടെന്നിങ്ങനെ തീരുമാനം മാറ്റിയത്? കാർത്തി അർച്ചനയുടെ അരികിലേക്ക് വന്നു. അതുകൊണ്ടൊന്നും അല്ല കാർത്തി, നമുക്ക് പിന്നൊരിക്കൽ പോകാം എന്ന് പറഞ്ഞ അർച്ചന താഴേക്ക് ഇറങ്ങിപ്പോയി. കാർത്തിക്കിന് ഇഷ്ടമല്ലാത്തതൊന്നും ചെയ്യാൻ അവൾക്കിപ്പോൾ താല്പര്യമില്ല. ഈ കുറച്ച് ദിവസം കൊണ്ട് കാർത്തിക്കിന് അവളുടെ മനസ്സിലുള്ള സ്ഥാനം എത്രത്തോളം വലുതാണെന്ന് അർച്ചന ഓർത്തു. നന്ദിനി ചേച്ചി. അർച്ചന നന്ദിനിയുടെ റൂമിൻ്റെ വാതിൽക്കൽ നിന്നു.
ആ, ഇതെപ്പോൾ എത്തി? ഞാൻ കുളിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് നന്ദിനി ടവൽ മുടിയിൽ കെട്ടിവെച്ചുകൊണ്ട് അർച്ചനയുടെ അടുത്തേക്ക് വന്നു. വിഷ്ണു കുഞ്ഞിനെ തൊട്ടിലാട്ടുന്നുണ്ട്. ചേട്ടൻ പോയില്ലേ ഇന്ന്? അർച്ചന പതുക്കെ അയാളോട് ചോദിച്ചു. ഇല്ല, ഇന്ന് ഞങ്ങൾ വടയാറ് പോവാ. എൻ്റെ വീട് അവിടെയാണ്, നന്ദിനി ഉത്സാഹത്തോടെ പറഞ്ഞു. അർച്ചന പുഞ്ചിരിച്ചു. ശ്രാവൺ എവിടെ ചേച്ചി? ഇത് മോന് കൊടുക്കുവോ എന്നും പറഞ്ഞ് അർച്ചന ഒരു കവറെടുത്ത് നന്ദിനിക്ക് കൊടുത്തു. ഇതെന്താ ഇത്? നന്ദിനി കവറിലേക്ക് നോക്കി. കുറച്ച് ഫ്രൂട്ട്സും ചോക്ലേറ്റും. ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ, മോന് കൊടുക്കണേ, അർച്ചന പറഞ്ഞു. എങ്കിൽ ചേച്ചി റെഡി ആയിക്കോ, പിന്നെ കാണാം. അർച്ചന തിരികെ അടുക്കളയിലേക്ക് പോയി. ജാനകിയമ്മ അവിടെ ഒരിടത്തും ഇല്ല. അവർ ഉച്ച മയക്കത്തിലാകുമെന്ന് അവൾക്ക് തോന്നി. അപ്പോഴേക്കും ഹേമ അവിടേക്ക് വന്നു. കുഞ്ഞിന് കുറുക്ക് കൊടുക്കാനുള്ള ചൂടുവെള്ളം എടുക്കാൻ വന്നത്. വെറുതെ അടുക്കളയിൽ നിൽക്കുന്ന അർച്ചനയെ അപ്പോഴവൾ കണ്ടു. എന്താ അർച്ചന ഇവിടെ നിൽക്കുന്നത്? അവൾ ചോദിച്ചു. ഒന്നുമില്ല ചേച്ചി, ആരെയും കണ്ടില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ. എല്ലാവരും ഊണ് കഴിഞ്ഞ് മയക്കത്തിലാ, അതാ. താനും പോയി റെസ്റ്റ് എടുക്ക. ഹേമ ചൂടുവെള്ളം എടുത്തിട്ട് പോയി. കാർത്തി വെറുതെ ഫോണിൽ നോക്കി കിടക്കുകയാണ്. അർച്ചന വന്ന് കാർത്തിയുടെ അടുത്ത് കിടന്നു. മറുവശം ചെരിഞ്ഞ് കിടക്കുകയാണവൾ. അച്ചൂട്ടി പിണങ്ങിയോ എന്ന് ചോദിച്ച് ഫോൺ താഴെ വെച്ചിട്ട് കാർത്തി അവളെ പുണർന്നു. അവൻ തനിക്ക് അഭിമുഖമായി അവളെ കിടത്താൻ ശ്രമം നടത്തിയെങ്കിലും അർച്ചന കട്ടിലിൻ്റെ സൈഡിൽ ബലത്തിൽ പിടിച്ച് കിടക്കുകയാണ്. ഓ, ഇതെന്താ ഇത്ര വാശി എന്ന് ചോദിച്ചവൻ അർച്ചനയുടെ അടുത്തേക്ക് എഴുന്നേറ്റിരുന്നു. എന്താടാ, എന്താ മുഖം വാടിയിരിക്കുന്നത്? അവൻ പതിയെ അവളോട് ചോദിച്ചു. അർച്ചനയ്ക്കൊരു വാക്കുപോലും ഉരിയാടാൻ പറ്റാതിരിക്കുകയാണ്. എന്താ അർച്ചന? എൻ്റെ കാർത്തി, എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ഇവിടെ എല്ലാവരും ഊണ് കഴിച്ച് വിശ്രമിക്കുക. അർച്ചനയുടെ മറുപടി കേട്ട് കാർത്തിക്കിന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. വാ, നമുക്ക് പോയി കഴിക്കാം എന്ന് പറഞ്ഞ് അവൻ അവളെ പൊക്കിയെടുത്ത് നിലത്ത് നിർത്തി. അർച്ചന ചോറും കറികളും എല്ലാം വിളമ്പി. രണ്ടുപേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. കൈ കഴുകി തുടച്ചുകൊണ്ടിരുന്നപ്പോൾ നന്ദിനി അർച്ചനയുടെ അരികിലേക്ക് വന്നു. ആ, റെഡിയായോ എന്ന് ചോദിച്ച് അർച്ചന നന്ദിനിയെ നോക്കി ചിരിച്ചു. കാർത്തിയും വിഷ്ണുവും പോർച്ചിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്ന കേൾക്കാം. നാളെ നിങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ടേക്ക് വരണം, നമുക്ക് ഉച്ചയ്ക്ക് അവിടെ കൂടാം. നന്ദിനി അവളുടെ വീട്ടിലേക്ക് അർച്ചനയും കാർത്തിയും ക്ഷണിച്ചു. കാർത്തിക്ക് നാളെ ജോയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞേ. അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല ചേച്ചി. അർച്ചന അവളെ നോക്കി. എങ്കിൽ ഈവനിങ് വാ, അപ്പോൾ പിന്നെ പ്രോബ്ലം ഇല്ലല്ലോ എന്നും പറഞ്ഞ് നന്ദിനി ഒരു സൊല്യൂഷനും കണ്ടുപിടിച്ചു. കാർത്തിയോട് സംസാരിച്ചിട്ട് വൈകിട്ട് വിളിക്കാൻ ചേച്ചി, അർച്ചന പറഞ്ഞു. ഞാൻ അച്ഛനോടും അമ്മയോടും ഒക്കെ ഒന്ന് പോയി പറയട്ടെ. നന്ദിനി ജാനകിയമ്മയുടെ മുറിയിലേക്ക് പോയി. അർച്ചന പതിയെ പോർച്ചിലേക്കും തുടരും.